ശരിയായിട്ടാണ് പറഞ്ഞത്. ഇടി ഇടിക്കുന്ന സമയത്ത് മഴ പെയ്യില്ല എന്ന്. നീ എന്താ പറഞ്ഞേ? എന്താണോ പറഞ്ഞേ? ഞങ്ങൾ ഇടിയായിട്ടും ഇടിക്കും, കൊടുങ്കാറ്റായിട്ടും വീശും. അത് കഴിഞ്ഞ് ഞങ്ങള് മഴയിലൊക്കെ കാണാറുണ്ട്, അതും വളരെ സന്തോഷമായിട്ട്. എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാണോ? ന്യായമായിട്ട് നോക്കിയാൽ ഞാനാണ് മൂത്ത ചേട്ടൻ. എന്റെ പേര് ജി പാണ്ട. ഇവിടെ ഒരു തെളിവും ഇല്ല, ഇവിടെയോ ഇല്ല. കാട്ടില് നിങ്ങളെ ചുരുട്ടിക്കൂട്ടി അടിക്കും, ഓടിച്ചോടിച്ചടിക്കും. അത് കഴിഞ്ഞ് ജിങ്കാലാല ജിങ്കാലാല. നഗരത്തിലുള്ള എല്ലാ കേക്ക് കള്ളന്മാരെയും ഞാൻ പിടിക്കും. അമ്മ സത്യം, ഞാൻ പറയുന്നത് സത്യമാണ്. അവരെ ഞാൻ അന്വേഷിച്ച് പിടിക്കും. വേണ്ട, നാട്ടിലുള്ള മുഴുവൻ കേക്ക് കള്ളന്മാരെ ഒന്നും പിടിക്കണ്ട. ഇൻസ്പെക്ടർ പാണ്ഡെയുടെ ബർത്ത്ഡേ കേക്ക് മോഷ്ടിച്ചവരെ മാത്രം പിടിച്ചാ മതി. ജോണി, ആരുടെ കേക്ക് എഗ്ലസ് ആയിരിക്കുന്നു, അവരടുത്തൊരു കേക്ക് മോഷ്ടിക്കില്ല. ആഹാ ഗുരുജി, എന്തൊരു ഡയലോഗാണത്. നിങ്ങൾ സീറോ അല്ല, നീറോ അല്ല, പിന്നെ നിങ്ങൾ ഹീറോ അല്ല. നിങ്ങൾ എല്ലാവരും ഇൻസ്പെക്ടറാണ്. ഡയലോഗ് അടിക്കുന്നത് വിട്ടിട്ട് മോഷ്ടിച്ചവരെ കണ്ടുപിടിക്കാൻ നോക്ക്. എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാ, കള്ളൻ കേക്ക് അലമാരയിൽ വെക്കില്ല. ഈ സമയം അവൻ അത് കഴിച്ചു കാണും. നമുക്ക് ബർത്ത്ഡേക്ക് ഒരു പുതിയ കേക്ക് ഉണ്ടാക്കാം അല്ലേ? ഇതിപ്പോ ഇവിടെ കേക്കിന്റെ പ്രശ്നമല്ല. കേക്ക് മോഷ്ടിച്ചത് ഒരു ഇൻസ്പെക്ടറിന്റെ വീട്ടിൽ നിന്നാണ്. നാട്ടിലുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ അത്ര മര്യാദയൊന്നും ഇല്ലല്ലോ. വിഷമിക്കണ്ട, നമുക്ക് കള്ളനെ കണ്ടുപിടിക്കാം. തീർച്ചയായും കണ്ടുപിടിക്കാം. നമുക്കായ സമയം വരുമ്പോ സ്ഥലവും നമുക്ക് സ്വന്തമാകും. അത്ഭുതം 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 ഗുരുദേവ്. ഇത് നിങ്ങളുടെ സ്ഥലമാണ്. ആരോ ശരിയായിട്ടാണ് പറഞ്ഞത്. ഇടി ഇടിക്കുന്ന സമയത്ത് മഴ പെയ്യില്ല എന്ന്. നീ എന്താ പറഞ്ഞേ? എന്താണോ പറഞ്ഞേ? ഞങ്ങൾ ഇടിയായിട്ടും ഇടിക്കും, കൊടുങ്കാറ്റായിട്ടും വീശും. അത് കഴിഞ്ഞ് ഞങ്ങള് മഴയിലൊക്കെ കാണാറുണ്ട്, അതും വളരെ സന്തോഷമായിട്ട്. അതെ, ഞാനൊരു പുതിയ കേക്ക് ഉണ്ടായിക്കോളാം. ഇവൻ എന്റെ അടുത്തുനിന്ന് മാറ്റി നിർത്ത്. ഇവനെ കാണുമ്പോൾ എന്റെ ചോര തന്നെ തിളയ്ക്കുന്നു. ഒരുപാട് ഡയലോഗുകൾ പുറത്തു വരുന്നു. ആദ്യം നമുക്ക് പോയി ആ കള്ളനെ കണ്ടുപിടിക്കാം. അതിനുശേഷം അവനെ ചവിട്ടി കൂട്ടാം. അതിനുശേഷം ബർത്ത്ഡേ ആഘോഷിക്കാം. ഇന്ന് ഇവരെന്റെ കഥ കഴിക്കുന്ന തോന്നുന്നു. ഞാൻ വലിയ തെറ്റാ ചെയ്ത്. ഹാപ്പി ബർത്ത്ഡേ ഇൻസ്പെക്ടർ പാണ്ഡേ. കേക്ക് വിത്തിടാതെ ഒരു ചെടിയും വിളയില്ല. ഒരു കള്ളനെ പിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവനെ അന്വേഷിക്കണം. എനി ഡൗട്ട്? ഈ പൂ എവിടുന്നാ വന്നത്? നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ആരെങ്കിലും തന്നിട്ടുണ്ടാവും. ഇല്ല, പാർട്ടി രാത്രിയല്ലേ. എന്നെ വിഷ് ചെയ്യാൻ ആരും തന്നെ വന്നിട്ടില്ല. കേക്ക് മോഷ്ടാവായിരിക്കും ഈ പൂ കൊണ്ടുവന്നത്. കേക്ക് മോഷ്ടിച്ചു കൊണ്ടുവന്ന തിരക്കിനിടയിൽ ഈ പൂ മറന്നു കാണും. പിടിക്കാതെ ഞാൻ വിടില്ല. എന്ത് പോവോ? ഇല്ല, കള്ളനെ പിടിക്കും. കള്ളനെന്തിനാ പൂ കൊണ്ടുവരണം? കാരണം കള്ളൻ നമുക്ക് അറിഞ്ഞവനായിരിക്കും. വിഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടേ കേക്ക് മോട്ടിച്ചിട്ട് പോയിട്ടുണ്ടാവും. അവൻ കേക്ക് എടുത്തോണ്ട് ജിങ്കാലാല ജിങ്കാലാല അത് പോയിട്ടുണ്ടാവും. ഒരു പൂ വിൽക്കുന്നവന്റെ അടുത്ത് അന്വേഷിക്കാം. ഈ ഏരിയയിൽ ഒരു പൂക്കട മാത്രമേ ഉള്ളൂ. കേക്ക് കഴിക്കാൻ ആഗ്രഹിച്ചത് വല്ലാത്ത തെറ്റായി പോയി. ഹലോ, പേരാണ്. എന്താ ഇത്രയ്ക്കും പാണ്ടകളോ? ബന്ധത്തിൽ ഞാൻ ഇവന്റെ മൂത്ത ഏട്ടനാണ്. എന്റെ പേരാണ് ഭുവൻ പാണ്ട. ഈ പൂ നിന്റെ കടയിൽ നിന്ന് മേടിച്ചതല്ലേ? പൂവോ? എനിക്ക് പൂക്കടയൊന്നുമില്ലല്ലോ. എടാ വിട്ടി, ഇത് നിന്റെ കടയല്ലേ? അത് പിന്നെ ഞാൻ രാവിലെ കച്ചവടം ഉണ്ടാക്കാൻ മൈദ വാങ്ങാൻ വേണ്ടി വന്നതല്ലേ. ഇപ്പൊ ഓർമ്മ ഒന്നില്ലേ? സത്യം പറ, ഈ പൂക്കൾ നിന്റെ കടയിലുള്ളതല്ലേ? ഇല്ല ഇല്ല, ഞാനിങ്ങനെ പഴയ പൂവൊന്നും വിൽക്കാറില്ല. ജോണി,
തന്റെ പൂ ചീത്തയായിരുന്ന മറ്റുള്ളവരുടെ പൂ ചീത്തയാണെന്ന് ആരും പറയില്ല. ഗുരുദേവ, എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ. ഈ പൂ ചീത്തയേതാ? ഞാൻ കാട്ടിലത്തെ പാൻഡയാണ്. എനിക്ക് ഈ പൂക്കളെ പറ്റി നല്ല അറിവുണ്ട്. അല്ല, നിങ്ങളുടെ പ്രശ്നം എന്താ അത് പറ. ഈ പൂ മേടിച്ചോണ്ട് പോയവന് ഇന്ന് ഞങ്ങളുടെ ജീവിതം തോലച്ചിരിക്കുകയാണ്. ഇത് കച്ചവടത്തിനുള്ള സമയമാണ്. നിങ്ങളുടെ കഥയൊന്നും കേൾക്കാൻ എനിക്കിപ്പോ താല്പര്യമില്ല. ചേട്ടാ, ഈ പൂ വാങ്ങിച്ചാള് ഒരു കള്ളനാ. പൂ മോഷ്ടിച്ചു പോയിന്നോ? ഇല്ല, കേക്ക് മോഷ്ടിച്ചോണ്ട് പോയി. പക്ഷേ സാർ, ഞാൻ ഇവിടെ കേക്ക് വിൽക്കുന്നില്ലല്ലോ. അതെ, ഈ പൂ ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോയില്ലേ, അവനാണ് കള്ളൻ. എനി ഡൗട്ട്? പറ, ആരാണ് ഈ പൂ ഇവിടുന്ന് മേടിച്ചോണ്ട് പോയത്? പൂവോ? അല്ല, നീയോ? എടാ മോഹന, നിന്റെ സ്വീറ്റ് കടയിലെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഇവൻ സ്വീറ്റ് വിൽക്കുന്നവനല്ല, തിന്നേ ചെയ്യുള്ളൂ. പിന്നെ ഇവൻ മോഹനും അല്ല. എനി ഡൗട്ട്? പക്ഷെ ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവന്റെ കാര്യം വിട്. ഈ പൂ ആരാ വാങ്ങിച്ചോണ്ട് പോയത് അറിയോ? അത് ഞാൻ എങ്ങനെയാ പറയാ? 1000 പേര് എന്റെ കടയിൽ നിന്ന് പൂ വാങ്ങാറുണ്ട്. എന്റെ കട ഇവിടെ വളരെ ഫേമസ് അല്ലേ? ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടല്ലോ. കേക്ക് കൊള്ളൻ, കേക്ക് കൊള്ളൻ, പിടിക്കൂ അവരെ. കേക്ക് കള്ളൻ പെട്ടോ. ഈശ്, എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാണോ? മതി തീർത്തു. എത്ര അടി അടിക്കാ? ഓ ജാനി, കള്ളന് ഞങ്ങളുടെയാണ്, ഈ അടിയും ഞങ്ങളുടെയാണ്. എത്ര സമയം വേണോ അത്രയും സമയം ഇവനെ തൂക്കിയെടുത്തിട്ട് ഇടിക്കും. അത്ഭുതം, അത്ഭുതം, അത്ഭുതം ഗുരുദേവ്. മാരുതിക്ക് പോലെ ഇത് കുട്ടികൾ കളിക്കുന്ന സ്ഥലമല്ല. അറിയാതെ താഴെ പോവാണെങ്കില് പീതിങ്ങി പോവും. ഓ, എന്റെ കേക്ക് ഉടഞ്ഞു പോവും. അയ്യോ, ഇത് നമ്മുടെ കേക്കല്ലല്ലോ. അതെ, ഇത് എന്റെ കേക്കാണ്. വളരെ നന്ദിയുണ്ട് കേട്ടോ. ആ, അപ്പൊ കേക്ക് ഈ കള്ളനല്ല മോഷ്ടിച്ചെങ്കിൽ പിന്നെ വേറെ ഏത് കള്ളനെ മോഷ്ടിച്ചത്? വേറൊരു കള്ളൻ. എടാ പൊട്ടാ, ഞാനും അതന്നെ ചോദിക്കുന്നേ, വേറെ ഏതാ കള്ളന്? വീട്ടിലൊരു തെളിവ് കിട്ടിയിരിക്കുന്നു. രണ്ടാമത്തെ തെളിവും അപ്പൊ വീട്ടിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പൊ വീട്ടിൽ പോവാൻ വരൂ. നിൽക്കൂ. ജോണി, ഇത് പൂച്ചയുടെ കാൽച്ചൂടുകളാണ്. ആ അതെ, ചെളിയിൽ ചവിട്ടിയിട്ടാ വന്നിരിക്കുന്നത്. അത് ചെളിയല്ല, ചോക്ലേറ്റ് കേക്കാണ്. ബോനി, ഈ കാൽച്ചൂട് കണ്ടിട്ട് നിന്നത് പോലെയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കള്ളൻ പന്നിയാണ്. ഓ, വേണമെങ്കിൽ എന്റെ കാലും ആവാമല്ലോ. എന്നാൽ നീയാണ് കള്ളൻ. പറ. അതെ, യുവന്മാര് കള്ളന്മാരാണെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് എന്തിനാ കള്ളനെ തിരക്കണം? ഈ പക്ഷെ ഒരു പൂച്ചയാണ് കേക്ക് മോഷ്ടിച്ചത്. ഇതാ ഇവിടെ കാൽച്ചുവടുകളുണ്ട്. നിങ്ങൾ എല്ലാരും ട്രാക്ടർ, കണ്ടക്ടർ എന്ത് വേണമെങ്കിലും അയക്കോ. പക്ഷെ ഇൻസ്പെക്ടർ മാത്രമല്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഫുട് പ്രിന്റ്സ് പുറത്തുനിന്ന് അകത്തേക്കാണ് ഉള്ളത്. കേക്ക് മോഷ്ടിച്ചു പോകുന്ന ആളാണെങ്കിൽ അകത്തുനിന്ന് പുറത്തല്ലേ കാൽപ്പാടം ഉണ്ടാവേണ്ടത്. ബണ്ണി, നീ ഒരു ഇന്റലിജന്റ് തന്നെ ശരിക്കും. ഞാനും കൂടെ. കാരണം ആരോ കേക്ക് മോഷ്ടിച്ചോണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഒരു കേക്ക് തുള്ളി താഴെ വീണു. പിന്നെ പൂച്ച വന്ന് അത് കാലിൽ ചവിട്ടി കാൽ ചുവടുകൾ ഇവിടെ പതിഞ്ഞിരിക്കുന്നു. എനി ഡൗട്ട്? അപ്പൊ ആരാ മോഷ്ടിച്ചത്? അവരെങ്ങനെയാ പിടിക്കേ? അല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ കേക്ക് അന്വേഷിക്കാണല്ലോ. കുറച്ച് സമയത്തിനകം ഗസ്റ്റ് ഒക്കെ എത്തും. നിങ്ങൾ അകത്ത് പോയി റെഡിയാവൂ. ഞാനൊരു പുതിയ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരാം. ജോർദാർ പറഞ്ഞത് ശരിയാ. പാർട്ടിക്ക് എന്തായാലും ഒരു കേക്ക് വേണ്ടേ? അടിപൊളി. എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ വന്നു. എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ വന്നു. നിങ്ങളുടെ കേക്കും വന്നു. ഇത് കണ്ടോ? അതേമാതിരി കേക്കാ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയുണ്ട്. പക്ഷെ എങ്ങനെ? അപ്പോ കേക്ക് മേടിച്ചത് ഞങ്ങൾ. അതിന് വേറെ ആരും കണ്ടിട്ടില്ല. അപ്പൊ നീ എങ്ങനെയാണ് അതുപോലത്തെ കേക്ക് ഇവിടെ കൊണ്ടുവന്നത്? പറ. ജോർദാർ, ജോർദാർ, നീയാണോ കേക്ക് മോഷ്ടിച്ചത്? ഞാൻ മോഷ്ടിച്ചില്ല, അത് കഴിച്ചു. നീ മോഷ്ടിച്ചോ അടിച്ചു മാറ്റിയോ? പക്ഷെ തെറ്റ് ചെയ്തല്ലോ.
ഞാൻ ഇപ്പൊ പറയാ യോഗി, നിന്റെ ചോര ഞാൻ കുടിക്കാതെ വിടില്ല നിന്നെ. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. എല്ലാവരും വിഷ് ചെയ്യുന്നതിന് മുമ്പ് മിസ്റ്റർ പാണ്ഡ്യ വിഷയനായി ഞാൻ വന്നു. അതിന് ബൊക്കെ വാങ്ങിച്ചാ വന്നത്. ഞാൻ എന്ത് കാര്യമായി ചെയ്ത്? ആരെങ്കിലും ഇത് കാണുന്നതിന് മുമ്പ് മറ്റൊരു കേക്ക് മേടിച്ചോണ്ടെന്ന് ഇവിടെ വെച്ചേക്കാം. ഞാൻ കേക്ക് ചെയ്യാൻ വേണ്ടിയാ പോയത്, പക്ഷെ ഇവരെല്ലാരും നിങ്ങളെ വിഷയം എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. സോർദാർ സോറി പറയാണ്. അവനോട് ക്ഷമിച്ചേക്ക്. ഇത് നോക്കിയേ, അവൻ നല്ല ഫ്രഷ് കേക്ക് കൊണ്ടുവന്നിരിക്കുക. എനിക്ക് ഉറപ്പാണ് ഈ കേക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കേക്കിനേക്കാളും വളരെ നന്നായിരിക്കും. ആ കേക്ക് ഞങ്ങളുടെ ഏട്ടന് വേണ്ടിയാണ് ഞങ്ങൾ മേടിച്ചോണ്ട് വന്നത്. അല്ല ഇപ്പൊ അതിനെന്താ? ഈ കേക്ക് സോർദാറാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്തത്. ആ ഇത് ശരിയാ. ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കേക്ക് മാത്രമല്ലേ ആവശ്യമുള്ളൂ. ഐ എം സോറി, ഞാൻ തെറ്റാ ചെയ്തത്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾ മൂഡ് ഔട്ട് ആവരുത്. നീ സത്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ദേഷ്യമൊക്കെ മാറി. അല്ലെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ മോഷണം നടന്നിരിക്കുന്നത്, പക്ഷെ എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് കുറ്റബോധം ഉണ്ടായേന്. ഈ നാട്ടിലുള്ള ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചേന്? വായടക്ക്, നീ ഒന്നും പറയണ്ട. നിങ്ങൾ എന്നെ തടഞ്ഞത് എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ നിങ്ങൾക്ക് നാട്ടിൽ ഒരു നിലയും വിലയില്ലെന്ന്. അതൊക്കെ വിട്. ഹണി ഒരു കഴുതയാ. അവൻ പറഞ്ഞത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എനിക്ക് കേക്ക് പ്രധാനമല്ല, എന്റെ സഹോദരന്മാരാണ് പ്രധാനം. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒന്നുകൂടി ഇരിക്കുന്നത്.